ഒരു ദിവസം എന്റെ യക്ഷി എന്നോട് അവൾക്ക് സ്വന്തമായി ഒരു മുറി വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിൽ അസ്വാഭാവികതയൊന്നുമില്ല. കാരണം അവളുടെ കാര്യങ്ങൾ നടക്കാൻ ആവശ്യമായ സ്വാതന്ത്ര്യം ദിലീപിന്റെ കുടിലിൽ ഇല്ലായിരുന്നു. എന്തിനാണ് യക്ഷിക്ക് സ്വന്തമായൊരു മുറിയെന്നും അവളുടെ കർമ്മങ്ങൾ എന്താണെന്നും അറിയുന്നതിനു മുമ്പ് എനിക്ക് എന്നെക്കുറിച്ച് ചിലത് നിങ്ങളോട് പറയാനുണ്ട്. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. എന്റെ അച്ഛൻ ബ്രഹ്മദത്തൻ നമ്പൂതിരി നിലമ്പൂരിലെ പ്രഗത്ഭനായ ജ്യോത്സ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാം വേളിയിൽ ജനിച്ച എന്നെ വളരെയധികം കൊഞ്ചിച്ചു വഷളാക്കിയാണ് വളർത്തിയത്. എന്റെ അച്ഛൻ എന്നെ ജ്യോതിഷം പഠിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ എനിക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. ഞാൻ എന്റെ സ്വന്തം വിനോദങ്ങളിൽ മുഴുകി. കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. പിന്നീട് അമ്മയാണ് എല്ലാ പ്രാരാബ്ധങ്ങളും ഏറ്റെടുത്തത്. അമ്മ എന്നെ ഒരുപാട് ലാളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിയൊന്നും ചെയ്യേണ്ടി വന്നില്ല. എല്ലാ ജോലികളും വേലക്കാരാണ് ചെയ്യുന്നത്. ഞാൻ ആഡംബര ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. കാലം കടന്നുപോയി. അങ്ങനെ ഞാൻ എന്റെ യൗവനത്തിലെത്തി. പണം മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അമ്മയുടെ ഭാഗത്തു നിന്നും എന്തിനും ഏതിനുമുള്ള സ്വാതന്ത്ര്യവും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു കൂട്ടം താന്തോന്നികൾ എന്നോടൊപ്പം എപ്പോഴും വാലുപോലെ നടന്നിരുന്നത്. എല്ലാത്തരം ധിക്കാരങ്ങളും എന്റെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി. എന്റെ ജീവിതം തന്നെ പിടിച്ചുലച്ചു കളഞ്ഞ ഒരു സംഭവം. എന്റെ അമ്മ പെട്ടെന്ന് മരിച്ചുപോയി. ഈ സംഭവത്തിന് ശേഷം എല്ലാ ഉത്തരവാദിത്വവും എന്റെ മേൽ വന്നു. പക്ഷെ എന്നിട്ടും ഞാൻ ഒരു അലസനായി തന്നെ ജീവിച്ചു. ഞാൻ എന്റെ ഏറ്റവും അടുത്ത പരിചാരകനും സുഹൃത്തുമായ ഗിരിധരനെ എന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചു. ഉത്സാഹത്തോടെ ഞാൻ ചെയ്യേണ്ടതെല്ലാം അവൻ ചെയ്തു. എന്റെ വിശ്വസ്തനായി മാറി. അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചു. എന്നാൽ കാലക്രമേണ അവന്റെ തനി നിറം പുറത്തുവന്നു. അവൻ എന്റെ സ്വത്തും പണവും മുഴുവൻ സ്വന്തം പേരിലേക്ക് മാറ്റി. ആദ്യം എന്നെ അയാളൊരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കി. അവിടെ ഞാൻ ശരിക്കും അകപ്പെട്ടുപോയി. പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഏകദേശം 6 മാസത്തോളം അവിടെ കഴിയേണ്ടി വന്നു. ഒരു ദിവസം അവിചാരിതമായി ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് എങ്ങനെയോ എന്റെ നാട്ടിൽ തിരിച്ചെത്തി. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ കണ്ടത് ഗിരിധരൻ എന്റെ സ്വത്ത് മുഴുവൻ കൈവശപ്പെടുത്തി എന്റെ ഉമ്മറത്തെ ചാരുകസേരയിൽ കാറ്റുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വല്ലാണ്ടുകൂടി. ഡി അഡിക്ഷൻ സെന്ററിലെ ജീവിതം എന്നെയാകെ മാറ്റിയിരുന്നു. എന്റെ താടി വളർന്ന് കധ്യത്തോളം എത്തിയിരുന്നു. വസ്ത്രങ്ങൾ മുഷിഞ്ഞു ചുളുങ്ങി നാറ്റം പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ടയുടൻ തന്നെ ഗിരിധരൻ എന്നെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ പേടിച്ചു വരച്ചില്ല. പകരം എന്നെ നേരിടാൻ സജ്ജനായിരുന്നു. അവൻ എന്നെ എന്റെ വീട്ടിലെ ഉലക്കുകൊണ്ട് തന്നെ അടിച്ചോടിക്കാൻ ശ്രമിച്ചു. പക്ഷെ 5 മുതൽ 6 വരെ മാസത്തെ ദുരിതം പിടിച്ച ജീവിതം എന്നെ വളരെ ക്ഷീണിതനാക്കിയിരുന്നു. അതുകൊണ്ട് ഉലക്കുകൊണ്ടുള്ള അടി ഒരുപാട് സഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു നല്ല അടി കൊണ്ടത് എന്റെ തലക്കായിരുന്നു. ബോധം പോകുമ്പോൾ എന്നെ അവനൊരു പായയിൽ കെട്ടിയ ശേഷം പുഴയിലേക്ക് എറിയുന്നതാണ് കണ്ടത്. ഞാൻ കരുതിയത് അതോടെ എന്റെ കഥ കഴിഞ്ഞു എന്നാണ്. പക്ഷേ എനിക്ക് പൂച്ചയുടെ ജന്മമാണ്. അവൻ അടിച്ചു പുഴയിലെറിഞ്ഞിട്ടും ഞാൻ മരിച്ചില്ല. ഞാനൊരു ശ്മശാന തീരത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഒരു പാറയിൽ തട്ടിക്കിടന്ന എന്നെ ഒരു പാവം മനുഷ്യൻ രക്ഷിച്ചു. ദിലീപ്. അവിടെയുള്ള ശ്മശാന ജോലിക്കാരനായിരുന്നു ദിലീപ്. അവൻ എന്നെ രക്ഷിച്ചു തന്റെ കുടിലിലേക്ക് കൊണ്ടുപോയി. കിടക്കാൻ ഇടവും കഴിക്കാൻ ഭക്ഷണവും തന്നു. എല്ലാത്തിനുമുപരി ചത്ത എന്റെ മനസ്സിനെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ചു. അവന്റെ ജീവിതമാണ് എന്നെ ഒരു മനുഷ്യനാക്കിയത്. അല്പം സുഖം പ്രാപിച്ച ശേഷം എനിക്കും ഒരു വരുമാനമാർഗം ആവശ്യമാണെന്ന് തോന്നിപ്പിച്ചത്. മര്യാദയ്ക്ക് ഒരു കല്ല് പോലും ചുമക്കാൻ എനിക്കറിയില്ലായിരുന്നു. അതിനാൽ ഞാൻ ഭാരപ്പെട്ട ജോലിക്ക് പോകാൻ ഒരുമ്പെട്ടില്ല. ഞാൻ അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് കുലത്തൊഴിൽ തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ആത്മാർത്ഥമായിട്ടല്ല, എന്നാലും കാശുണ്ടാക്കാൻ എളുപ്പം ഇതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. അങ്ങനെ ഞാനും ഒരു ജ്യോത്സ്യനായി. എനിക്ക് ജ്യോതിഷത്തെപ്പറ്റി അറിവൊന്നുമില്ലാത്തതിനാൽ ഞാൻ വെറും കള്ള ജ്യോതിഷിയാണെന്ന് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഈ സാഹചര്യം എനിക്ക് വളരെ നാണക്കേടുണ്ടാക്കി. കള്ളത്തരം പോലും ആത്മാർത്ഥമായി ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ നെടുവീർപ്പിട്ടു. ഞാൻ എന്നെ തന്നെ വെറുക്കാൻ തുടങ്ങി. ഉള്ളിൽ എവിടെയോ കുറ്റബോധവും ഉണ്ടായിരുന്നു. ഞാൻ എന്റെ അച്ഛന്റെ പേര് നശിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഇത്രയും മഹാനായ ജ്യോതിഷിയുടെ മകനായിട്ടും എന്നെ കള്ള ജ്യോതിഷി എന്ന് വിളിക്കുന്നതോർത്ത് ഞാൻ വല്ലാതെ അസ്വസ്ഥനാകാൻ തുടങ്ങി. പക്ഷെ മറ്റൊരു ജോലിയും ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ജ്യോതിഷം അത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് എപ്പോഴത്തെയും പോലെ ഞാൻ എന്തെങ്കിലും കുറുക്കുവഴി തേടി. അങ്ങനെയിരിക്കെ മന്ത്രതന്ത്ര കർമ്മങ്ങളെപ്പറ്റിയുള്ള ഒരു പുസ്തകം എനിക്ക് കിട്ടി. അതിൽ കർണപിശാചിനി യക്ഷി എന്ന വിദ്യയുടെ ഉപാസനാവിധി എഴുതിയിരിക്കുന്നു. ഈ വിദ്യ പഠിച്ചെടുത്താൽ ഭൂതകാലത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വെപ്പ്.
ഈ സിദ്ധി കിട്ടിയാൽ ജ്യോതിഷത്തിൽ പ്രത്യേക പഠനങ്ങളൊന്നും നടത്താതെ എന്റെ സ്ഥാനം ഉറപ്പിക്കാമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഈ മന്ത്രം പഠിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എളുപ്പത്തിൽ പഠിക്കാൻ ഒരു ഗുരുവിന്റെ ആവശ്യം വളരെ വലുതായിരുന്നു. ആ ഇടയ്ക്ക് ഞാൻ ഒരു ദുർമന്ത്രവാദിയെ പരിചയപ്പെട്ടു. 3 മാസത്തോളം അദ്ദേഹം എന്നെ പലതരം കഠിനവ്രതങ്ങളിൽ നിർത്തി. ഒടുവിൽ എനിക്ക് കർണപിശാചിനി സാധന നൽകി. ഈ വിദ്യ കിട്ടിയാൽ എനിക്ക് കർണപിശാചിനി എന്ന യക്ഷിയുടെ അനുഗ്രഹമുണ്ടാകും. ഈ വ്രതങ്ങൾ വളരെ ചിട്ടയോടും ആത്മാർത്ഥതയോടും എനിക്ക് ചെയ്യേണ്ടി വന്നു. അത് ഞാൻ ഒരു വിധത്തിൽ ചെയ്തു. ഇതിലും എനിക്ക് എന്റെ സുഹൃത്ത് ദിലീപിന്റെ സഹായമുണ്ടായിരുന്നു. ഏകദേശം 20 ദിവസത്തെ സാധനയ്ക്ക് ശേഷം എനിക്ക് ആ വിദ്യ സ്വായമായി. കർണപിശാചിനി യക്ഷി എന്നിൽ പ്രീതിപ്പെട്ടു. ഈ വിദ്യ പഠിച്ചതോടെ എനിക്ക് ആരെ നോക്കിയാലും അവരുടെ ഭൂതകാലത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ വ്യക്തമായി യക്ഷി രാധി തരുമായിരുന്നു. ഞാൻ അജയ്യനാകുമെന്ന് എനിക്കുറപ്പായി. ഞാൻ വീണ്ടും ജ്യോതിഷത്തിന്റെ കെണി ആരംഭിച്ചു. ആദ്യം ഒരാൾ വന്നു. അങ്ങനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ എനിക്ക് മതിയായ വരുമാനം ലഭിച്ചു. ഞാൻ വളരെ കാശുകാരനായി. ഇനി പറയാൻ പോകുന്നത് ഭൂതകാലമല്ല, എന്റെ മുന്നോട്ടുള്ള കഥയാണ്.